ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്യാൻ ബിയുടെ ഉപയോഗമാണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ 1-2 ക്ലാസ്സിലായിട്ട് കുറേ സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ അത് കേൾക്കുക, പഠിക്കാം. അപ്പൊ ക്യാൻ ഉപയോഗിക്കാൻ എല്ലാവർക്കും അറിയാം, പക്ഷെ ക്യാൻ ബി ആണ് എങ്ങനെയെന്ന് നമുക്ക് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട് വരുന്നു. അപ്പൊ ക്യാൻ എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഐ ക്യാൻ ഗോ, എനിക്ക് പോകാൻ കഴിയും. ഷി ക്യാൻ സിങ്, അവൾക്ക് പാടാൻ കഴിയും. പിന്നെന്താണ്? ദേ ക്യാൻ റൈറ്റ്, അവർക്ക് എഴുതാൻ കഴിയും. ഹി ക്യാൻ ഡാൻസ്, അവന് കളിക്കാൻ കഴിയും. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ എബിലിറ്റി, നമ്മുടെ കഴിവുകൾക്കാണ് നമ്മൾ ക്യാൻ ഉപയോഗിക്കുന്നത്. അതെല്ലാവരും തന്നെ സംസാരിക്കും. അപ്പോ പാടാൻ കഴിയില്ല എന്നാണെങ്കിലോ കനോട്ട് സിങ്, ഒരു നോട്ട് കൊടുത്താൽ മാത്രം മതി. ഇത് പ്രസന്റ് ടെൻസിലാണ്. ഇതെന്തിനാണ്? നമ്മുടെ കഴിവുകൾക്കാണ് നമ്മൾ പറയുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ എന്തിനാണ് ക്യാൻ ബി ഉപയോഗിക്കുന്നത് എന്നതാണ് ഇനി പ്രശ്നം. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, എനിക്ക് പാടാൻ കഴിയുമെന്ന് എങ്ങനെയാ പറയുക? ഐ ക്യാൻ സിങ് എന്ന് പറയും. ഇനി അവള് പാട്ടുകാരി ആയിരിക്കാം എന്നെങ്ങനെയാ പറയുക? അവൾക്ക് പാട്ടുകാരി ആകാൻ കഴിയും. പാട്ടുകാരി എന്ന അവസ്ഥയിൽ, അതായത് എനിക്കാണെങ്കിൽ എനിക്ക് പാട്ടുകാരി ആകാൻ കഴിയും, അങ്ങനെ പറയണമെങ്കിലോ ഐ ക്യാൻ ബി ഗുഡ് സിംഗർ, എനിക്ക് നല്ലൊരു പാട്ടുകാരി ആകാൻ കഴിയും, ഞാൻ പാട്ട് പഠിക്കുകയാണ്. ഷീ ക്യാൻ ബി ഗുഡ് ടീച്ചർ, നല്ലൊരു ടീച്ചർ ആകാൻ അവൾക്ക് കഴിയും. അപ്പൊ ആ അവസ്ഥയിലാകാൻ കഴിയും, അതിനാണ് നമ്മൾ ക്യാൻ ബി ഉപയോഗിക്കുന്നത്. അതുവരെ എല്ലാവർക്കും അറിയാം അല്ലെ? ഇനിയും ഹി ക്യാൻ ബി ഗ്രേറ്റ് ലീഡർ, അവന് നല്ലൊരു ലീഡർ ആകാൻ കഴിയും. കാരണം അവിടെ എന്തിനാണ് നമ്മൾ ക്യാൻ ബി ഉപയോഗിച്ചത്? ഷീ ക്യാൻ ബി എ ടീച്ചർ, ഹി ക്യാൻ ബി ഗുഡ് ലീഡർ, ദേ ക്യാൻ ബി നേഴ്സ്. ഇതൊക്കെ എന്താണ്? ആ അവസ്ഥയിൽ അവർക്ക് ആകാൻ കഴിയും എന്ന് പറയാനാണ് നമ്മൾ അവിടെ ക്യാൻ ബി ഉപയോഗിച്ചത്. ഇവിടെ വരെ എല്ലാവർക്കും ക്ലിയർ ആണ്, ശരിയല്ലേ? ഇനി നമ്മൾ സെന്റൻസുകളിലോട്ട് വരുമ്പോൾ എന്തിനാണ് ക്യാൻ ബി ഉപയോഗിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ക്യാൻ ഉപയോഗിക്കുന്നത് ഞാൻ പറഞ്ഞു നമ്മുടെ എബിലിറ്റി, നമ്മുടെ കഴിവുകൾ പറയാനാണ്. ക്യാൻ ബിയും ഉപയോഗിക്കുന്നത് നമ്മുടെ കഴിവുകൾ പറയാനാണ്. അപ്പൊ എന്താ വ്യത്യാസം? ഒന്നുമില്ല കേട്ടോ, ഇങ്ങനെ ഓർത്താൽ മാത്രം മതി. ഐ ക്യാൻ സിങ്, ഷീ ക്യാൻ സിങ്, ദേ ക്യാൻ സിങ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ഇതെല്ലാം നമ്മുടെ സബ്ജക്റ്റ് ഉണ്ട് അല്ലെ? അവിടെയൊക്കെയാണ് ഐ എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ്, യു സബ്ജക്റ്റ് ആണ്, ദേ സബ്ജക്റ്റ് ആണ്, ഷീ ഒക്കെ സബ്ജക്റ്റ് ആണ്. ഇതൊക്കെ പക്ഷെ ക്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് സബ്ജക്റ്റിന്റെ കൂടെയാണ്. ക്യാൻ ബി ഉപയോഗിക്കുന്നത് ഈ സബ്ജക്റ്റിന്റെ കൂടെയല്ല. അതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. ഒരേ ഒരു വ്യത്യാസം അതേ ഉള്ളൂ. ക്യാൻ ബി ഉപയോഗിക്കുന്നതും എബിലിറ്റി പറയാനാണ്, പക്ഷേ ക്യാൻ ബി നമ്മൾ ഉപയോഗിക്കുന്നത് പാസീവ് വോയിസിലാണ്. ഇനി എന്തിനാണ് പാസീവ് വോയിസ്? പാസീവ് വോയിസിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഞാൻ പാസീവ് വോയിസിന്റെ ലിങ്ക് തരാം, നിങ്ങൾ കേൾക്കുക. പാസീവ് വോയിസ് എന്താ? നമ്മൾ പറയുകയാണെങ്കിൽ ജീവനില്ലാത്ത സാധനങ്ങളാണ് നമ്മുടെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നതെങ്കിൽ ആ സെന്റൻസ് നമുക്ക് പാസീവ് വോയിസിലാണ് പറയേണ്ടത് അല്ലെ? അങ്ങനെ വേണമെങ്കിൽ പാസീവ് വോയിസിനെ ഒന്ന് ചുരുക്കി പറയാൻ കഴിയും. അതായിരിക്കും നിങ്ങൾക്കും എളുപ്പം, അങ്ങനെ ഓർത്തിരിക്കുന്നതായിരിക്കും എളുപ്പം. കാരണം ഷീ ക്യാൻ സിങ്, ഷീ ജീവനുണ്ട്, ദേ ക്യാൻ സിങ്, അവർ ജീവനുണ്ട്, അതെല്ലാം ജീവനുണ്ട്. അപ്പൊ ജീവനില്ലാത്ത വസ്തുക്കളെ നമ്മൾ പറയുമ്പോഴാണ് നമ്മൾ എന്ത് ഉപയോഗിക്കേണ്ടത്? ക്യാൻ ബി ഉപയോഗിക്കേണ്ടത്. അപ്പൊ സെന്റൻസ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ, ആ ഡോറ് തുറക്കാൻ കഴിയും. ആ ഡോറ് തുറക്കാൻ കഴിയും, കഴിയുമെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അല്ലെ? ആ ഒരു എബിലിറ്റിയാണ് ഞാൻ പറഞ്ഞത്. അവൾക്ക് പാടാൻ കഴിയുമെന്നാണ് അവിടെ നമ്മൾ ഉപയോഗിച്ചത് ക്യാൻ ആണ്. ഇവിടെ ഡോറ് തുറക്കാൻ കഴിയും. ഡോർ ജീവനുള്ളൊരു വസ്തുവാണോ? നമ്മുടെ സബ്ജക്റ്റിനകത്ത് പെടുവോ? അതായത് ജീവനുള്ള എന്തെങ്കിലും ആണോ അത്? അല്ല അല്ലേ? അങ്ങനത്തെ സാഹചര്യങ്ങളിലാണ് നമ്മൾ ക്യാൻ ബി ഉപയോഗിക്കുന്നത്. അപ്പൊ നിങ്ങൾ പറയും ക്യാൻ ബി കഴിഞ്ഞാൽ വേർബ് തേർഡ് ഫോമിൽ, നമ്മൾ പാസീവ് വോയിസ് തേർഡ് ഫോം ആണ് നമുക്കറിയാം. അപ്പൊ എങ്ങനെ പറയാ? ദ ഡോർ ക്യാൻ ബി ഓപ്പൺഡ്. എങ്ങനെയാ? വിത്ത് കീ, കീ ഉപയോഗിച്ചിട്ട്. ഒരു കീ ഉപയോഗിച്ചിട്ട് ഈ ഡോർ തുറക്കാൻ കഴിയും. എങ്ങനെ പറയാ? ദ ഡോർ
ക്യാൻ ബി. ദ ഡോർ ക്യാൻ ഓപ്പൺ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം നിങ്ങൾ നോക്കുമ്പോൾ കഴിയും എന്നാണ്, അപ്പോൾ അവിടെ ക്യാൻ ആണ് വേണ്ടത്. പക്ഷെ ദ ഡോർ ആണ്, നമുക്ക് ജീവനില്ലാത്ത സാധനമാണ്. സോ ദ ഡോർ ക്യാൻ ബി ഓപ്പൺഡ്. ഡോറ് തുറക്കാൻ കഴിയും. നെഗറ്റീവ്, ഡോറ് തുറക്കാൻ കഴിയില്ല. ദ ഡോർ കനോട്ട് ബി ഓപ്പൺഡ് വിത്ത് കീ. The door cannot be opened with key. ഒന്നും ചെയ്തിട്ടില്ല, നമ്മളൊരു നോട്ട് കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അവിടെ നമ്മൾ ബി ആണ്, വേർബ് തേർഡ് ഫോമിലാണ് ഉപയോഗിച്ചത്. ഇനി നമ്മൾ മനസ്സിലായി വരുന്നുണ്ടല്ലോ. ഇനി നമ്മൾ പറയാണ്, ഇന്ന് തുണിയെല്ലാം വാഷിംഗ് മെഷീനിലിട്ട് കഴുകാം. ഇന്ന് തുണിയെല്ലാം വാഷിംഗ് മെഷീനിലിട്ട് കഴുകാം. ഇപ്പൊ ഇതിനകത്തെ സബ്ജക്റ്റ് എന്താ? ഇന്ന് തുണിയെല്ലാം വാഷിംഗ് മെഷീനിലിട്ട് കഴുകുക. ശരിക്കും ഇതിനകത്തെ സബ്ജക്റ്റ് നമ്മൾ കണക്കൂട്ടുകയാണെങ്കിൽ പ്രവൃത്തി ചെയ്യുന്ന ആള് വാഷിംഗ് മെഷീൻ ആണ് അല്ലേ? അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ അങ്ങനെയല്ലേ വരുന്നത്? പ്രവൃത്തി ചെയ്യുന്ന ആളെയാണല്ലോ നമ്മൾ സബ്ജക്റ്റ്. ഇവിടെ കഴുകുക എന്ന പ്രവൃത്തി ചെയ്യുന്നത് ആരാണ്? വാഷിംഗ് മെഷീൻ ആണ്. വാഷിംഗ് മെഷീൻ ഒരു ജീവനുള്ള സാധനമാണോ? അല്ലെ? അപ്പോ അത് നമ്മൾ എങ്ങനെയാ പറയേണ്ടത്? ക്ലോത്ത്സ് ക്യാൻ ബി വാഷ്ഡ് ഇൻ ദ വാഷിംഗ് മെഷീൻ. Clothes can be washed in the washing machine. ക്ലിയർ ആയല്ലോ? വാഷിംഗ് മെഷീൻ നമുക്ക് ജീവനില്ലാത്ത സാധനമല്ലേ? അപ്പൊ നമ്മൾ ഓർക്കുക, അതിന് കഴിയുമെങ്കിൽ നമ്മൾ ക്യാൻ ബി, വേർബ് തേർഡ് ഫോം. ക്ലോത്ത്സ് ക്യാൻ ബി വാഷ്ഡ് ഇൻ ദ വാഷിംഗ് മെഷീൻ. ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയല്ലോ? ഓക്കെ. തുണികളെല്ലാം സോപ്പ് വെള്ളത്തിലിട്ട് വെക്കാം. സോപ്പ് വാട്ടർ. തുണികളെല്ലാം സോപ്പ് വെള്ളത്തിൽ ഇട്ട് വെക്കാം. അപ്പൊ ഇവിടുത്തെ സബ്ജക്റ്റ് എന്താണ്? തുണികളെല്ലാം സോപ്പ് വെള്ളത്തിൽ ഇട്ട് വെക്കാമെന്ന് പറയുമ്പം ഇവിടുത്തെ സബ്ജക്റ്റ് എന്താണ്? തുണികളാണ് അല്ലെ? സോപ്പ് വെള്ളത്തിൽ കിടക്കുക എന്ന പ്രവൃത്തി ചെയ്യുന്ന തുണികളാണ്. ജീവനുണ്ടോ? ജീവനില്ല അല്ലെ? അപ്പൊ നമ്മൾ എന്ത് നിങ്ങൾക്ക് മനസ്സിലാക്കണം? അവിടെ ക്യാൻ ബി ആണ്. ഓൾ ക്ലോത്ത്സ് ക്യാൻ ബി പുട്ട് ഇൻ ദ സോപ്പ് വാട്ടർ. ഓൾ ക്ലോത്ത്, തുണികളെല്ലാം ക്യാൻ ബി പുട്ട്. പുട്ട് V3, പുട്ട് തന്നെ. പുട്ട്. അപ്പൊ ഓൾ ക്ലോത്ത്സ് ക്യാൻ ബി പുട്ട് ഇൻ ദ വാഷിംഗ് മെഷീൻ, പുട്ട് ഇൻ ദ സോപ്പ് വാട്ടർ. സോപ്പ് വാട്ടറിനകത്ത് ഇട്ട് വെക്കാം. ഓൾ ക്ലോത്ത്സ് ക്യാൻ ബി പുട്ട് ഇൻ ദ സോപ്പ് വാട്ടർ. ക്ലിയർ ആയല്ലോ? സ്റ്റൗ കത്തിക്കാൻ പറ്റുന്നില്ല. സ്റ്റൗ കത്തിക്കാൻ പറ്റുന്നില്ല. എങ്ങനെ പറയാൻ കഴിയാ? നിങ്ങളൊന്ന് നിങ്ങളുടെ മനസ്സിൽ ആ സെന്റൻസ് ഒന്ന് കൊണ്ടുവന്നേ. സ്റ്റൗ കത്തിക്കാൻ പറ്റുന്നില്ല. കിട്ടിയോ? ദ സ്റ്റൗ കനോട്ട് ബി. കത്തിക്കാൻ പറ്റുന്നില്ല എന്നല്ലേ? കനോട്ട് ബി ലിറ്റ്. ലിറ്റ് നിങ്ങൾക്കൊരു പുതിയ വാക്കാണെങ്കിൽ നമ്മൾ തീ കത്തുന്നതിനാണ്. കത്തിച്ചു, അതിന്റെ V3 ലിറ്റ്. ദ സ്റ്റൗ കനോട്ട് ബി ലിറ്റ്. കത്തിക്കാൻ പറ്റുന്നില്ല. ദ സ്റ്റൗ കനോട്ട് ബി ലിറ്റ്. സ്റ്റൗ കത്തിക്കാൻ പറ്റുന്നില്ല. ഇനി തേങ്ങയെല്ലാം വെയിലത്ത് ഉണക്കാൻ വെക്കാം. ഇത് സാധാരണ ഒരു വീട്ടിൽ പറയുന്ന ഒരു കാര്യമാണ്. തേങ്ങയെല്ലാം വെയിലത്ത് ഉണക്കാൻ വെക്കാം. എങ്ങനെയാ? നിങ്ങൾ തന്നെ ഇനി പറയൂ. കോക്കനട്ട്സ് ക്യാൻ ബി ഡ്രൈഡ് ഇൻ ദ സൺ. കോക്കനട്ട് ക്യാൻ ബി ഡ്രൈഡ്. ഉണക്കുക, ഡ്രൈഡ്. കോക്കനട്ട് ക്യാൻ ബി. ബി ഉപയോഗിച്ചു, വേർബ് V3യിലാണ് നമ്മൾ ഉപയോഗിച്ചത്. ക്ലിയർ ആയല്ലോ? പിന്നെ നമ്മൾ പറയും, നമ്മളിപ്പോ റൂമൊക്കെ ഒന്ന് ശരിയാക്കുവാണെങ്കിൽ നമ്മൾ പറയും എന്തെന്ന് പറയും? ഫർണിച്ചർ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. ഫർണിച്ചർ റീഅറേഞ്ച് ചെയ്യാം. ആരാണെന്നോ എന്താണെന്നോ ഒന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. ഫർണിച്ചർ ആണ് റീഅറേഞ്ച് ആകാൻ പോകുന്നത്. ദ ഫർണിച്ചർ ക്യാൻ ബി റീഅറേഞ്ച്ഡ്. ഡി വേണം, V3 വേണം. ദ ഫർണിച്ചർ ക്യാൻ ബി റീഅറേഞ്ച്ഡ്. എന്തിനാണ്? ടു ഫിറ്റ് ദ റൂം. റൂം ഒക്കെ ഒന്ന് ഫിറ്റ് ആക്കാൻ വേണ്ടി. ദ ഫർണിച്ചർ ക്യാൻ ബി റീഅറേഞ്ച്ഡ്. അത്താഴത്തിന് ശേഷം പാത്രം കഴുകി വെക്കാം. അത്താഴത്തിന് ശേഷം പാത്രം എല്ലാം കഴുകി വെക്കാം. എങ്ങനെ പറയും? ഇതിനകത്ത് ഇപ്പൊ ഞാനാ ചെയ്യുന്നതെന്നോ ഒന്നും ഞാൻ പറഞ്ഞില്ല. അത്താഴത്തിന് ശേഷം പാത്രം എല്ലാം കഴുകി വെക്കാം. ദ ഡിഷസ് ക്യാൻ ബി വാഷ്ഡ് ആഫ്റ്റർ ഡിന്നർ. ക്ലിയർ ആയില്ലോ? നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? അതെന്താണ്? ക്യാൻ ബി നമ്മൾ ഉപയോഗിക്കുന്നത്, ഇപ്പോ ക്യാൻ ബി ഉപയോഗിക്കുന്നത് വേർബ് തേർഡ് ഫോമിനോടെയാണ്. ഇപ്പൊ ഞാൻ പറയാണ്, ഞാൻ പാത്രങ്ങൾ കഴുകി വെക്കാം എന്നാണെങ്കിലോ? ഐ ക്യാൻ
വാഷ് ദ ഡിഷസ് എന്ന് വരും. ഐ ക്യാൻ, എനിക്ക് പാത്രങ്ങൾ കഴുകി വെക്കാൻ കഴിയും, അല്ലെങ്കിൽ ഞാൻ പാത്രം കഴുകി വെച്ചോളാം. ഐ ക്യാൻ വാഷ് ഡിഷസ് എന്നാകും. പക്ഷെ പാത്രങ്ങൾ ആരാ എന്താണെന്നൊന്നും നമ്മൾ പറഞ്ഞില്ല. അതൊന്നും നിങ്ങൾ ഓർക്കണ്ട. നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി. ക്യാൻ ബി വേർബ് തേർഡ് ഫോം ഉപയോഗിക്കുന്നത് എബിലിറ്റിക്ക് വേണ്ടി തന്നെയാണ്. പക്ഷെ എന്താണ് അവിടെ നമ്മുടെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് ജീവനില്ലാത്ത വസ്തുക്കളാണ്. നമ്മൾ ഫർണിച്ചർ, ക്ലോത്ത്സ്, ഡോറ്, സ്റ്റൗവ്, ഇതൊന്നും എന്താണ് ജീവനില്ലാത്തതല്ലേ. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി, അതായിരിക്കും എളുപ്പം. അതിനാണ് നമ്മൾ ക്യാൻ ബി ഉപയോഗിക്കുന്നത്. ക്യാൻ ബി പ്ലസ് വേർബ് തേർഡ് ഫോം ഉപയോഗിക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ. അപ്പോൾ ഇത് നമ്മൾ പാർട്ട് 3 ആണ്. ചെറിയ ചെറിയ സെന്റൻസുകൾ നിങ്ങൾക്ക് പഠിച്ചു വെക്കാനുള്ള എളുപ്പത്തിനുള്ളതാണ്. അപ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർ ഈ സെന്റൻസുകളൊക്കെ കുറേ കാണാതെ പഠിക്കുക. അത്രയും ഒരു പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല, എങ്കിലും ട്രൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ ഇതിന്റെ ടെക്നിക്ക് പിടുത്തം കിട്ടിയാൽ എളുപ്പമായിരിക്കുമല്ലോ. അധികം ഗ്രാമർ ഒന്നും ഇല്ലാതെ തന്നെ സെന്റൻസുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഗ്രാമർ എന്ന് കേൾക്കുമ്പോഴല്ലേ എല്ലാവർക്കും പേടിയും. ഇംഗ്ലീഷ് സംസാരിക്കാൻ മുഴുവൻ ഗ്രാമർ ഒന്നും നിങ്ങൾ പഠിക്കേണ്ട ഒന്നും കാര്യമില്ല കേട്ടോ. അതൊക്കെ നമുക്ക് ഗ്രാജുവലി ആയി കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇതിന്റെ ഒരു ടെക്നിക്ക് പിടുത്തം കിട്ടിയില്ലേ നിങ്ങൾക്ക്. ക്യാൻ ബി എന്ന് പറയുമ്പോൾ ജീവനില്ലാത്ത സാധനങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെന്ന് പറയാനാണ് നമ്മൾ ക്യാൻ ബി V3 ഉപയോഗിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇന്നത്തെ ക്ലാസ്സും ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവരും സമാധാനത്തോടെ സന്തോഷത്തോടെയൊക്കെ ഇരിക്കുക. നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.